ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. ബഹുമാനമുള്ള സദാത്തുക്കൾ, ഉലമാക്കൾ, മറ്റു പ്രവർത്തകർ, ഇൻഷാ അല്ലാഹ് സമസ്ത 100 പ്രകാശവർഷങ്ങൾ സമസ്ത സെന്റിനറി കോൺഫറൻസ് 2027 ജനുവരി മാസം 28, 29, 30, 31 ഈ 4 ദിവസങ്ങളിലായി മലപ്പുറത്ത് വാദി ഹറമയിൽ വെച്ച് അത് നടക്കും ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് 2 സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അതിനിവിടുത്തെ ആലിമീങ്ങളും സയ്യിദന്മാരും മഹാന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് വരണം. അതിന് നിങ്ങളെല്ലാം തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിത്തരാൻ
നമുക്കിവിടെ ഭിന്നിപ്പ് പറഞ്ഞുകൊണ്ട്, കക്ഷിത്വം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. നോക്കൂ, നിങ്ങളിപ്പോൾ പരിശുദ്ധ റമദാൻ അടുത്ത് വരികയാണ്. സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് ആ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കണം എന്ന പ്രഖ്യാപനം റമദാൻ കഴിഞ്ഞ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് കണക്ക് കാണിച്ച എത്രയോ കണക്കുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം സക്കാത്ത് പിരിച്ചെടുത്തിട്ട് അവർക്കിഷ്ടമുള്ളവരൊക്കെ ചെലവഴിച്ച് ചെലവ് കഴിച്ച് ബാക്കി എന്ന് പറയാനാണോ ഇസ്ലാം അനുവദിച്ചത്? ഇസ്ലാം സക്കാത്ത് അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് അത് സ്വന്തം നഫ്സ് കൊണ്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നും, അഥവാ ഒരു വ്യക്തിയെ നിജപ്പെടുത്തി വക്കാലത്താക്കുന്നതിന് വിരോധമില്ല എന്നുമൊക്കെ ഫുഖഹാവ് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിവുള്ള മുതലാളിമാരെ കണ്ടുമുട്ടി അവരുടെ സക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവരുടെ സംഘടനയിൽ ആവശ്യമായ എല്ലാ ചെലവുകളും ചെയ്ത് അവസാനം കണക്ക് അവതരിപ്പിക്കുമ്പോൾ ചെലവ് കഴിച്ച് ബാക്കി എന്ന് വായിച്ച റിപ്പോർട്ടുകൾ ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവരുടെ റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് രേഖയായി തരും. അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ ചുരുക്കത്തിൽ മനുഷ്യന്റെ സക്കാത്തും സദഖയും നോമ്പും എല്ലാം നഷ്ടപ്പെടുത്തുന്നു. അതിനു പുറമെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും വിദേഹത്തുകാരുമായുള്ള തർക്കം അഖീദയിലാണ്. അല്ലാഹു ആണ് അഖില ലോക ചരാചരങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഓ ഹബീബായ നബിയെ, അവിടുന്ന് എറിഞ്ഞപ്പോൾ അല്ലാഹുവാണ് എറിഞ്ഞത്. അവിടുന്ന് എറിഞ്ഞപ്പോൾ അവിടുന്നല്ല എറിഞ്ഞത്, അല്ലാഹുവാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിൻ്റെ അപാരമായ കുദ്റത്ത് കൊണ്ട് അവിടുന്ന് വാരിയെറിഞ്ഞ മണ്ണ് ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തും എത്തി. ഇതൊരു അമാനുഷിക ശക്തിയുള്ള ഏറായിരുന്നു എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് വാരിയെറിഞ്ഞത് അള്ളാഹു വാരിയെറിഞ്ഞതാണ് എന്ന് നമ്മൾ അർത്ഥം പറയുകയില്ല. നാം അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവനും പടക്കുന്നവനും കൊടുക്കുന്നവനും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹുവിന് ഇൽമ് എന്ന ഒരു സിഫത്ത് കൊണ്ട് അതേ സമയത്ത് ബസീർ സമീഅ എന്ന സിഫത്തുകളും ഉണ്ട് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുമ്പോൾ ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർ ഒന്നുകൊണ്ട് തന്നെ മതിയല്ലോ, പിന്നെ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇല്ലെന്ന് പറയുന്നവരും അതേ പ്രകാരം അല്ലാഹു തആല ഒരു കസേരയിൽ ഇരിക്കുന്നവനാണ് എന്ന് പറയലും അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ പാടില്ല. അഹ്ലുസുന്നത്തി
വൽ ജമാഅത്ത് എപ്പോഴും നമ്മുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമ്മുടെ എനിക്കതില്ല ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് ഈ ഒരു കൊല്ലം നമുക്ക് പല ക്ലാസുകളും നേഴ്സുകളും ഉണ്ടാകും. അതിലൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് 2007 ജനുവരി 28, 29, 30, 31 ഈ തീയതികളിൽ മലപ്പുറം ജില്ലയിലെ വാദി അർമയിൽ വെച്ച് നടക്കും. ഇനി അത് എവിടെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം കൂടി കഴിഞ്ഞിട്ട് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തആല നമ്മളെ ഈ ഒരുമിച്ച് കൂടെ സ്വാലിഹായ അമലാക്കി തരുമാറാകട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹ്, സാധുക്കളായ ജനങ്ങൾ എൻ്റെ ദീനിന് വേണ്ടിയാണ്, ഉലമാവിനോടുള്ള മഹബത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നീ അത് കബൂൽ ചെയ്യണേ അള്ളാഹ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ നല്ലവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ച് പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ദൂരത്താക്കുന്നവരോ പുറത്താക്കുന്നവരോ അകത്താക്കുന്നവരോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും ഒന്നായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള എളുപ്പ വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകണം അല്ലാഹ്. സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്ന് ലോകത്തെ മുസ്ലിയാക്കന്മാർക്ക്, മൗലിയാമാർക്ക്, മൗലവിമാർക്ക്, പണ്ഡിതന്മാർക്ക് നെഞ്ച് വിരിച്ച് നടക്കാൻ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. മുസ്ലിയാർക്ക് വക്കീലാവാം, മുസ്ലിയാർക്ക് ജഡ്ജിയാവാം, മുസ്ലിയാർക്ക് ഡോക്ടറാവാം, മുസ്ലിയാർക്ക് കലക്ടറാവാം, മുസ്ലിയാർക്ക് DGP ആവാം, മുസ്ലിയാർക്ക് സുപ്രീം കോടതി ജഡ്ജിയാവാം. അതിൽ തടസ്സമില്ല എന്ന് കാന്തപുരം പ്രാക്ടിക്കലായി തെളിയിച്ചു. അത് ഇസ്ലാമിന്റെ പോളിസിയാണ്. മാലിക് ഇമാം ഷാഫി ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാം മാലിക് ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മാലിക് ഇമാം അബൂ ഹനീഫനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? മസ്അലയിൽ എതിരുണ്ട്. ഷാഫി ഇമാം പറഞ്ഞ മസല മാലിക് ഇമാമിനെതിരായിട്ടുണ്ടോ? മാലിക് ഇമാം പറഞ്ഞ മസല ഷാഫി മദ്ഹബിനെതിരായിട്ടുണ്ടോ? ഷാഫി ഇമാം പറഞ്ഞത് ഹനഫി മദ്ഹബിനെതിരായിട്ടുണ്ടോ? അത് മസ്അലയിലുള്ള തർക്കമാണെങ്കിലോ അവർ തമ്മിൽ വ്യക്തി വിരോധമില്ല കേട്ടോ. നാലാമത്തെ മദ്ഹബായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അക്കാലത്തെ ഭരണാധികാരി അഹ്മദ് ബിൻ ഹംബലിനെ കൊണ്ടുപോയി ജയിലിലടച്ചു. ജയിലിലിട്ട് കൈ രണ്ടും അടിച്ചു മുറിച്ചു. അഹ്മദ് ബിൻ ഹംബലിനെ വുളൂ ചെയ്യാൻ വയ്യാതെയായി, നടക്കാൻ വയ്യാതെയായി. ജയിലിൽ കിടന്ന് അവശനിലയിൽ കിടക്കുമ്പോ അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ഇമാമുനാ ശാഫിഈ
അഹ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസും അതിന്റെ സനദും കാണാതെ പഠിച്ച മനുഷ്യരാണ് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു. 7ാമത്തെ വയസ്സിൽ ഖുർആൻ അതിന്റെ അർത്ഥസഹിതം ഹിഫ്ളാക്കിയ മനുഷ്യനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതാ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങള് ഷാഫി ഇമാമിനെ വിളിച്ചിട്ട് പറയാണ്, ഓ ഷാഫി, നിന്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടന്നുകൊണ്ട് വളരെ വിഷമത്തിലാണ്. വിഷമം അനുഭവിക്കുന്ന നിന്റെ ശിഷ്യനെ നാളെ നീ പോയി സന്ദർശിക്കണം. എന്നിട്ട് ശിഷ്യനെ വിളിച്ചിട്ട് പറയണം, ഉസ്താദിനോട് റസൂലുള്ള പറയാണ്, ആ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബലിനെ വിളിച്ച് നീ പറയണം, വേദനിക്കണ്ട, അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണ് കേട്ടോ എന്ന് ഉസ്താദിനോട് ശിഷ്യനോട് പറയാൻ പറഞ്ഞേക്കെയാണ്. ആരാണ് പറയുന്നത്? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വന്ന് പറയുകയാണ്, ഷാഫി ഇമാമിന് കിബ്റില്ല മക്കളെ. ശിഷ്യൻ ഉസ്താദിനേക്കാൾ വലുതാകുമ്പോ ഉസ്താദുമാര് കിബ്ർ വെക്കല്ല വേണ്ടത്, ഉസ്താദുമാർക്ക് സന്തോഷാണ് വരേണ്ടത്. ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാൾ കഴിവുള്ളവനാകുമ്പോ, ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാൾ പ്രശസ്തനാകുമ്പോ, ഒരു ശിഷ്യൻ ഉസ്താദിനേക്കാൾ പ്രഗത്ഭനാകുമ്പോ യഥാർത്ഥ ഉസ്താദുമാര് അവർക്ക് കൽബിൽ കിബ്റല്ല വരിക, സന്തോഷമാണ് വരിക. നമ്മുടെ കാന്തപുരം ശൈഖുന സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇന്ന് ലോകത്തെ മുസ്ലിയാക്കന്മാർക്ക്, മൗലിയാമാർക്ക്, മൗലവിമാർക്ക്, പണ്ഡിതന്മാർക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ അഡ്രസ് ഉണ്ടാക്കി കൊടുത്തത് ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദാണ്. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. മുസ്ലിയാർക്ക് വക്കീലാവാം, മുസ്ലിയാർക്ക് ജഡ്ജിയാവാം, മുസ്ലിയാർക്ക് ഡോക്ടറാവാം, മുസ്ലിയാർക്ക് കലക്ടറാവാം, മുസ്ലിയാർക്ക് DGP ആവാം, മുസ്ലിയാർക്ക് സുപ്രീം കോടതി ജഡ്ജിയാവാം. അതിൽ തടസ്സമില്ല എന്ന് കാന്തപുരം പ്രാക്ടിക്കലായി തെളിയിച്ചു. അത് ഇസ്ലാമിന്റെ പോളിസിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്, അഹ്മദ് ബിൻ ഹംബലിനോട് പോയിട്ട് നീ പറയണോ, ഇമാം ഷാഫിനെ വിളിച്ചിട്ട് പറയാണ്, റസൂലുള്ളാഹി തങ്ങളെ അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണ് കേട്ടോ, സ്വർഗത്തിലാണ്. ശിഷ്യനേക്കാൾ ശിഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഉസ്താദിനോടാണ് അധികാരപ്പെടുത്തുന്നത്. ശിഷ്യന്റെ ദറജ എത്രയാ? അള്ളാഹുവിന്റെ റസൂലാ പറയുന്നത് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന്. ഉസ്താദിനൊരു ചെറിയ വിഷമം തോന്നുമല്ലോ, ശിഷ്യപത്ര വലിയ ആളായോ, അവൻ പഠിച്ചു ഇന്നേക്കാൾ വലിയ മൗലിയരായപ്പോ എന്നല്ല തോന്നിയത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുന്ന് അന്നത്തെ രാത്രി തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച്, സുബഹി നിസ്കരിച്ച്, കുളിച്ച്, വസ്ത്രം മാറ്റി, അത്തർ പുരട്ടി, ഒരു നല്ല തുണിയും കുപ്പായും, ഒരു നല്ല പുതിയ തുണിയും കുപ്പായും വാങ്ങി ഒരു ചെറിയ കീശയിലിട്ടിട്ട് ജയിലിന്റെ മുമ്പിലേക്ക് നടന്നു പോവുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ തന്റെ ശിഷ്യൻ കിടക്കുന്ന ജയിലിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബലിനെ വിളിക്കുകയാണ്, മോനെ ഇവിടെ വാ. എന്നിട്ട് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് വെറുതെയല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ വന്ന് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ്, നീ സ്വർഗത്തിലാണ് പോലെ എന്ന് പറഞ്ഞു ഷാഫി ബാബക്ക് കരയുകയാണ്. കരഞ്ഞിട്ട് പറയാണ്, മോനെ നീ ഇപ്പൊ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന കുപ്പായമുണ്ടല്ലോ, ആ ധരിച്ചിരിക്കുന്ന തുണിയുണ്ടല്ലോ, അത് ഉസ്താദിനൊന്ന് ഊരിത്തരണോ,
പകരം നിനക്ക് ധരിക്കാൻ ഞാൻ നല്ല പുതിയ തുണിയും കുപ്പായവും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പുതിയ തുണിയും കുപ്പായവും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പുതിയ തുണിയും കുപ്പായവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധരിക്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നീ ധരിച്ചിരിക്കുന്ന ആ പഴയ തുണി കുപ്പായം ഉണ്ടല്ലോ, അത് ഉസ്താദിനെ ഇങ്ങോട്ട് ഊരിത്ത, പുതിയത് നീ അങ്ങ് ധരിക്ക. സന്തോഷത്തോടെ ശിഷ്യങ്ങൾ വാങ്ങിച്ചു ധരിച്ചു. ആ പഴയ തുണി കുപ്പായും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടിയപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തത് എന്താണെന്നറിയോ? ഒരു വലിയ ബക്കറ്റങ്ങ് കൊണ്ടുവന്നിട്ട് ആ ബക്കറ്റിലെ തുണിയും കുപ്പായും അങ്ങിട്ടിട്ട് അതിൽ വെള്ളമങ്ങ് ഒഴിച്ചിട്ട് ഈ തുണിയും കുപ്പായും ഒന്നങ്ങ് അതിലിട്ട് ഇളക്കിയിട്ട് അതിലുള്ള വെള്ളമെടുത്തിട്ട് ഇമാം ഷാഫി തങ്ങൾ കുറച്ചങ്ങ് കുടിച്ചു. ബാക്കിയുള്ള വെള്ളത്തിന് കുറച്ച് വെള്ളമെടുത്തിട്ട് ഷാഫി ഇമാം തന്റെ ശരീരത്തിൽ അങ്ങ് പുരട്ടുകയാണ്. ശിഷ്യന്റെ കുപ്പായം പിഴിഞ്ഞ വെള്ളമോ ശിഷ്യന്റെ തുണി കഴുകിയ വെള്ളമോ ഉസ്താദ് കുടിക്കുകയും ബാക്കിയുള്ളത് ശരീരത്തിൽ പുരട്ടുകയുമാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് ഷാഫി ഇമാം പറയാണ്, റസൂലുള്ളാഹി സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ മകനല്ലേ ആ സമയത്ത് ധരിച്ച വസ്ത്രമല്ലോ, അതിന്റെ ബറക്കത്ത് കിട്ടാൻ ഞാനങ്ങടുത്ത് കഴിച്ചതാണ്, കുറച്ച് ശരീരത്തിൽ പുരട്ടിയതാണ്. അതുകൊണ്ട് ഉസ്താദിനേക്കാൾ വലിയ ശിഷ്യൻ വരുമ്പോ, ശിഷ്യനേക്കാൾ വലിയ ഉസ്താദ് വരുമ്പോ അസൂയ പാടില്ല കേട്ടോ. അസൂയ ആലിമീങ്ങൾക്ക് പറ്റിയതല്ല, അസൂയ തങ്ങന്മാർക്ക് പറ്റിയതല്ല, അസൂയ സാധാരണക്കാർക്കും പറ്റിയതല്ല. വിശാലമായിരിക്കുന്ന മനസ്സ് നമ്മുടെ കൽബിലുണ്ടാവണം. ഒരാളുടെ വളർച്ചയിൽ നമ്മൾ അസൂയപ്പെടേണ്ട, ഒരാളുടെ തളർച്ചയിൽ നമ്മൾ സന്തോഷിക്കുകയും വേണ്ട. അല്ലാഹുവാണ് ഗഫൂറുർ റഹീം, അല്ലാഹുവാണ് വലുതാക്കുന്നവൻ, അല്ലാഹുവാണ് ചെറുതാക്കുന്നവൻ. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആ മുസ്ലിമീങ്ങളായ നമ്മള് ഐക്യത്തോടെ നീങ്ങണമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്. മദ്ഹബിന്റെ ഇടയിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ട് പോലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മാലികി ഇമാമിനെ തെറി പറഞ്ഞില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അഹ്മദ് ബിൻ ഹംബൽ തെറി പറഞ്ഞില്ല. മാലികി ഇമാം ഷാഫി ഇമാമിനെ തെറി പറഞ്ഞില്ല. മാലികി ഇമാം അബൂ ഹനീഫനെ ആക്ഷേപിച്ചില്ല. മസ്അലയിൽ തർക്കമുണ്ടായിട്ട് പോലും അത് ചെയ്തിട്ടില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രണ്ട് ചേരിയിലാണ്. ഞാൻ കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവില്ലല്ലോ, ഞാൻ ഈ സമയത്ത് പന്തം കത്തിച്ച് പിടിച്ചാൽ പകലുമാവില്ലല്ലോ. അതാണല്ലോ ശുജായി ഉസ്താദ് പറഞ്ഞു പോയത്, പകൽ കൽ അടച്ചാൽ ഇരുളാമപ്പെട്ട, പന്തം പിടിച്ചാൽ ഫജീറാമപ്പെട്ട, പൊട്ടാനി മുൻതുള്ളി പിൻചോരക്കട്ട, പിന്നിന്ന് കാഷ്ടവും ചുമന്നോരു കൊട്ട. യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെടുകയാണ്. നമ്മുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചെറിയൊരു ഇഖ്തിലാഫ് സംഘടനാപരമായി വന്നുപോയി. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ എന്നാണ്. ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം അത് സമുദായത്തിന് ഖൈറേ ഉണ്ടാവും. ഒരു മദ്രസ നടത്താൻ കഴിവില്ലാത്തടത്ത് രണ്ട് മദ്രസയുണ്ടായി. ഒരു പള്ളികൾ നടത്താൻ കഴിവില്ലാത്തടത്ത് രണ്ട് പള്ളികൾ സുഭിക്ഷമായി നടത്തപ്പെടുന്നു. അത് ഖൈറല്ലേ? സംഘടനാ പ്രവർത്തനം വളരെ ശക്തമായി ഊർജ്ജസ്വലതയോടെ നടത്തുന്നു. അൽഹംദുലില്ലാഹ്, അത് ഖൈറല്ലേ? മദ്ഹബിന്റെ ഇമാമികളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്ക് ഖൈറല്ലേ? ഷാഫി മദ്ഹബില് വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ മറ കൂടാതെ തൊട്ടാൽ ഉദു പോയി. ഹനഫി മദ്ഹബിലോ ഇരുമ്പൊല കൊണ്ട് അടിച്ചാലും പോകാത്ത ഉദുവ. ആണും പെണ്ണും തൊട്ടാൽ, നഗ്നമായി തൊട്ടാൽ ഉദു പോകില്ല. ഷാഫി മദ്ഹബ് സ്വീകരിച്ച ഒരാൾക്ക് തന്നെ ഉദു എടുക്കുന്ന സമയത്ത് ഹനഫി മദ്ഹബിലേക്ക് മാറിയിട്ട് അതിന്റെ നെയ്യത്തും മറ്റു അമലുകളും തഖലീൽ ചെയ്തിട്ട് മദ്ഹബ് മാറാവുന്നതേ ഉള്ളൂ.
ഹനഫി മദ്ഹബ് സ്വീകരിക്കാം, ചില വിഷയത്തിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കാം, ചില വിഷയത്തിൽ ഹംബലി മദ്ഹബ് സ്വീകരിക്കാം, ചില വിഷയത്തിൽ ഹനഫി അതുപോലെ ഹനഫി മദ്ഹബ് സ്വീകരിക്കാം. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ആളുകളെ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് പെരിപ്പിച്ച് നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നത് നിർത്തിവെച്ചിട്ട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. ഒന്നുമില്ലെങ്കിൽ ഹബീബിന വ സയ്യിദുനാ റഹ്മത്തുൽ ലിൽ ആലമീൻ മുത്ത മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ ദിവസം തയ്യാറാവുക. ഖൽബിൽ നിന്ന് കിബർ പോകും, കുരുട്ട് പോകും, അസൂയ പോകും, ഉൾനാട്യം പോകും, ഉജ്ബ് പോകും, എല്ലാം പോകും. നമ്മുടെ ഖൽബ് ശുദ്ധിയാവാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മഹബ്ബത്ത് കൊണ്ട് അടുക്കുക. അതാണ് ഈ ലോകത്തേക്ക് ഇനി മുന്നിലുള്ള ഏക പരിഹാരം. നടപ്പാക്കാൻ ചില സംഘടനകൾ ശ്രമിക്കുകയുണ്ടായി, നിയമം കയ്യിലെടുക്കാൻ. എറണാകുളത്ത് മറൈൻ ഡ്രൈവില് ഒരു സംഘടന ചൂരലെടുത്ത് വടിയെടുത്ത് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന കമിതാക്കളെ പോലെ ഇരിക്കുന്ന ആണിനെയും പെണ്ണിനെയും അടിച്ചോടിക്കുകയുണ്ടായി. അതിന്റെ പേരില് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ സംഘടനകളും സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അങ്ങോട്ട് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ഒരു സംഘടന നടത്തിയത് എന്താണ്? അവിടെ ചുംബന സമരമാണ്. ചുംബന സമരം വൃത്തികെട്ട ഒരു ഏർപ്പാട് ഇതിലും വലുതുണ്ടോ സുഹൃത്തുക്കളെ? ചുംബന സമരം എന്ന് പറഞ്ഞ എന്തോന്ന് സമരാണത്? ചുംബന സമരം എന്ന് പറഞ്ഞാൽ അതെന്തോന്ന് സമരം? പട്ടപ്പകൽ ആണും പെണ്ണും നിന്നിട്ട് നായ്ക്കൾ കാണാത്ത വൃത്തികേട്. ആണിന്റെ നാക്ക് വായിൽ കിടക്കുന്ന നാക്ക് പെണ്ണ് വലിച്ച് നുണഞ്ഞ് കുടിക്കുന്ന വൃത്തികെട്ട ഏർപ്പാട്, അതാണ് ചുംബന സമരം. ആണ് പെണ്ണിന്റെ വായിലുള്ള നാക്ക് കടത്തി, പെണ്ണ് ആണിന്റെ വായിൽ നാക്ക് കടത്തിയിട്ട് അവളുടെ നാക്ക് നുണഞ്ഞ് പട്ടാപ്പകൽ അത് ഫോട്ടോയിലെടുത്ത്, അത് ടിവിയിലെടുത്ത്, അത് ഫ്ലാഷ് ക്യാമറകളെടുത്ത്, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് കൊടുത്തിട്ട് വൃത്തികെട്ട സമരം എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വെളിവാകും പരസ്യമായി പ്രത്യക്ഷമായി ഖിയാമത്ത് നാളായാൽ റോട്ടിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന് ഖാല റസൂലുള്ളാഹി. പുതുതലമുറ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണുങ്ങളോടുകൂടെ ഇഷ്ടമുള്ളിടത്തിരുന്നു കൊണ്ട് ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും മറ്റേ പരിപാടി നടത്താനും, റോട്ടിലാണെങ്കിൽ റോട്ടില്, ബീച്ചിലാണെങ്കിൽ ബീച്ചില് അതിന്റെ സ്വാതന്ത്ര്യം നൽകണം. അത് ചോദിക്കാൻ വരുന്നവൻ സദാചാര ഗുണ്ടയാണ്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ്. എന്നാൽ ചോദിക്കാൻ ചെയ്യേണ്ടവരാരാണ്? ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത്, സംസ്കാരം നിലനിൽക്കുന്ന കേരളം പോലത്തെ പൈതൃകത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്ത് ഈ ചുംബന സമരം അനുവദിക്കാമോ എന്ന് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്, കോടതികൾ തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ ഉമ്മ പെങ്ങന്മാർക്ക് വഴിയിലൂടെ നടക്കണ്ടോ? ഇവിടെ ചെറുപ്പക്കാർക്ക് വഴിയിലൂടെ നടക്കണ്ടോ? നാളെ ഒരു കൂട്ടർ പറയാണ് ലൈംഗിക സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി റോട്ടിൽ കിടന്ന് നായ്ക്കളെ പോലെ വ്യഭിചരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വകവെച്ചു കൊടുക്കേണ്ടി വരില്ലേ? എന്നാൽ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതെന്താണ്? മൻ റആ മിൻകും മുൻകറ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു തമ്മാടിത്തരം കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയട്ടെ. വഇല്ലം യസ്തദിഉ, കൈകൊണ്ട് തടയാൻ പറ്റിയില്ലെങ്കിലോ ഫബിലിസാനിഹി, നാക്കുകൊണ്ട് വഅദ് പറയട്ടെ. വഅദ് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാകുമെങ്കിലോ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അങ്ങനെ ഹൃദയം കൊണ്ട് വെറുത്ത് മാറിപ്പോകലോ ഈമാനിന്റെ താഴ്ന്ന ദർജയാണ് കേട്ടോ. ഈ വൃത്തികേട് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ കൈകൊണ്ട് തടയാൻ പറ്റൂല. ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. നാക്ക് കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ പേരിൽ കേസെടുക്കപ്പെടൂ. കൽബ് കൊണ്ട് വെറുത്തിട്ട് ആ ദുഷ്പ്രവർത്തനങ്ങളോട് ചെയ്യുന്നവര് കൽബ് കൊണ്ട് വെറുത്തിട്ട് മാറി നിൽക്കപ്പെടേണ്ട അവസാന
കാലഘട്ടത്തിലാണ് നമ്മൾ എത്തുന്നത്. ഞാൻ ഇന്ന് വാതിന് വേണ്ടി ഒരു വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങിയപ്പോ, ഭക്ഷണം കഴിച്ചു പുറത്തിറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഉസ്താദേ വീട്ടിലുള്ള കിണറിലെ വെള്ളം പറ്റിപ്പോ, മഴയ്ക്ക് വേണ്ടി ഒന്ന് സദസ്സിൽ വെച്ച് ദ്വാരക്കണം കേട്ടോ. കേരളത്തിൽ മഴ പെയ്യാഞ്ഞിട്ടത് കാടില്ലാഞ്ഞിട്ടാണോ? ആണോ മോനെ? കേരളത്തിൽ മഴ പെയ്യാത്തത് കാടില്ലാണ്ടാ? പണ്ട് കേരള നിയമസഭയില് ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അയാളെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ മരിച്ചുപോയി, ഒരു വഹാബിയായിരുന്നു. അതുകൊണ്ടാ പേര് പറയാത്തത്. ഇനി പേര് പറഞ്ഞു പോയാൽ അതൊരു രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. അന്നത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, അയാളും മരിച്ചുപോയി, ഈ മെമ്പറും മരിച്ചുപോയി. മുഖ്യമന്ത്രിയോട് ഈ മെമ്പർ നീച്ചു നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ഈ മെമ്പറോട്, ഈ MLA യോട് പറഞ്ഞു, എങ്ങനെയാണ് കേരളത്തിൽ മഴ പെയ്യുക? താങ്കൾ കേരളത്തിലെ കാടൊക്കെ വെട്ടി നശിപ്പിച്ച് അവിടെയുള്ള തേക്കും വീട്ടിയും ഒക്കെ കള്ളക്കടത്ത് നടത്തി മരം മുറിക്കപ്പെടുന്ന കള്ളനല്ലേ? അതുകൊണ്ട് നിങ്ങളാണ് കേരളത്തിൽ മഴ പെയ്യിപ്പിക്കാത്തതിന്റെ ഉത്തരവാദിത്തം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ നിയമസഭയിലിരിക്കുന്ന ഒരു MLA യോട് പറഞ്ഞപ്പോ, കേരളത്തിലുണ്ടായതാണ്, ആ MLA എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ കാട്ടിലെ മരം മുറിച്ചതിന്റെ പേരിലാണ് കാട്ടില് മഴ പെയ്യാത്തതെങ്കിൽ അറബിക്കടലിൽ മരമില്ലല്ലോ സാർ, അവിടെ മഴ പെയ്യുന്നത് എന്താണ്? കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ? സംഗതി ആ MLA-യുടെ ഒരു ഫലിത ബിന്ദുക്കളിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ പെയ്യേണ്ട മഴ അബുദാബിയിലും ഖത്തറിലും പെയ്യുന്നു. സൗദി അറേബ്യയിൽ വെള്ളപ്പൊക്കം, ഖത്തറിൽ വെള്ളപ്പൊക്കം, അബുദാബിയിൽ ശക്തിയായ മഴ, 12 മില്ലിമീറ്റർ വരെ മഴ അബുദാബിയിലും ദുബായിലും സൗദി അറേബ്യയിലും രേഖപ്പെടുത്തുകയാണ്. സൗദിയിലെ തുരങ്കങ്ങൾ വരെ ജാമായി പോകുന്ന വെള്ളം, സൗദി അറേബ്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളം. സൗദി അറേബ്യയിൽ കാടുണ്ടായിട്ടാണ് മഴ പെയ്യുന്നത്. ഈ പാഠപദ്ധതികളൊക്കെ തിരുത്തേണ്ട കാലം കഴിഞ്ഞു. എന്ന് വെച്ച് കാട് നിങ്ങളെല്ലാവരും മരം മുറിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥട്ടോ. ഇസ്ലാം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യിപ്പിക്കുന്നത് കാടും കടലിലെ വെള്ളമൊന്നുമല്ല. എവിടുന്നാ മഴ വരുന്നത്? അല്ലാഹു ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ളവനാണ്. മേഘപാളികളിൽ നിന്ന് വെള്ളം ഇറക്കുന്നവൻ ഞാനാണോ നിങ്ങളാണോ? രണ്ടാഴ്ച മുമ്പേ നിയമസഭയില് മഴയില്ലാത്തതിനെ പറ്റി ചർച്ച വന്നപ്പോ സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് MLA പറഞ്ഞു, മുഖ്യമന്ത്രിയോട്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് മഴ വേണം. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിചാരിച്ചവരെ ഒരു തുള്ളി വെള്ളം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ ഒരുത്തനും പറ്റില്ല. പക്ഷെ നിയമസഭയിൽ MLA-മാര് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്കൊരു പണി ചെയ്യാം, ഈ മേഘത്തിന്റെ മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു കെമിക്കൽ പൊടി വെതറാം. അങ്ങനെ കെമിക്കൽ മഴ പെയ്യിപ്പിക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് ഒന്ന് ആലോചിക്കാന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അത് പ്രായോഗികമല്ല. കാരണം ചിലപ്പോ കാസർഗോഡ് കാണുന്ന മേഘത്തിന്റെ മുകളിൽ പോയി ഹെലികോപ്റ്ററിൽ പോയിട്ട് കെമിക്കൽ വെതറിയ മേഘം അവിടെ നിൽക്കല്ല, മേഘം ഇങ്ങനെ നീങ്ങി പോകാവൂ. കാസർകോട്ടെ മേഘം പോയിട്ട് പെയ്യാ ചിലപ്പോ അറബിക്കടലിലാവും മഴ പെയ്യാ. വേണ്ടത് കാസർകോട്ട് കിട്ടേണ്ട മഴ കടലിൽ പോയി പെയ്യും. അള്ളാഹു ചോദിക്കുകയാണ്, മേഘപാളികളിൽ നിന്ന് വെള്ളമിറക്കാനുള്ള കഴിവ് ഏത് ഗവൺമെന്റിനാണുള്ളത്? ഇല്ല. എന്നാലുണ്ട്. നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ സമ്മേളനം ഈ മാർച്ച് 3, 4, 5 തീയതികളില് തൃശൂര് താജുൽ ഉലമ നഗറിൽ നടന്നു. പ്രിയപ്പെട്ടവരെ, ആ സമ്മേളനത്തിന്റെ സമാപന ദിവസം നാളെ ഇവിടെ വരാനിരിക്കുന്ന ശൈഖുന കാന്തപുരം ഉസ്താദ് സുൽത്താനുൽ ഉലമ അവിടെ കൂടിയ 50,000-ത്തിലധികം വരുന്ന പണ്ഡിതന്മാരെയും ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകന്മാരെയും അണിനിരത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് മഴയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണം. അതിനുവേണ്ടി നാളെ മുതൽ 3 ദിവസം എല്ലാവരും വ്രതമനുഷ്ഠിക്കണോ.
കഴിയുന്നവരൊക്കെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ അവിടുന്ന് വെച്ച് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. നേരം വെളുക്കുന്നതിന്റെ ഉള്ളില് തൃശ്ശൂരില് മഴ പെയ്തു, കേച്ചേരിയില് മഴ പെയ്തു, കുന്നംകുളത്ത് മഴ പെയ്തു, ഗുരുവായൂരിന് മഴ പെയ്തു, കാസർഗോഡ് മഴ പെയ്തു, കണ്ണൂര് മഴ പെയ്തു, കോഴിക്കോട് മഴ പെയ്തു, കൊല്ലത്ത് മഴ പെയ്തു, എല്ലാ സ്ഥലത്തും മഴ കിട്ടി. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ഒരു നിരീശ്വരവാദിയായ ഒരു വക്കീലുണ്ട്. അയാളുടെ ഫേസ്ബുക്കിൽ എഴുതി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയും മഴയ്ക്ക് വേണ്ടി എപ്പോഴായിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മഴ കിട്ടിയിട്ടുണ്ട്. വേറൊന്നുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടുത്തെ സന്തുലിതാവസ്ഥക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ള നിലക്ക് ഞാനത് പറയണില്ല. മുബത്തദ മാത്രമേ പറയുന്നുള്ളൂ, ഖബർ മഹദൂഫ. കേട്ടോ, നമുക്കറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മറിയത്, അല്ലാത്തത് തള്ളിക്കളയാതെ. ആവശ്യമുള്ളത് ആവശ്യമുള്ളടത്ത് പറഞ്ഞാൽ മതി, ആവശ്യമില്ലാത്തത് അനാവശ്യം പറഞ്ഞിട്ട് നമ്മൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അപ്പൊ പണ്ഡിതന്മാർ തോരുന്ന അനുജാപത്തുണ്ട്, അരിമീങ്ങൾ തോരുന്ന അനുജാപത്തുണ്ട്. കിട്ടി മഴ, കേരളത്തിൽ അതുവരെ പെയ്യാത്ത മഴ പല ഭാഗങ്ങളിലും കിട്ടി. ആ വാക്ക് കേട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് SSFന്റെ പ്രവർത്തകന്മാർ, ലക്ഷക്കണക്കിന് SYSന്റെ പ്രവർത്തകന്മാർ, ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങൾ ശൈഖുനായുടെ വാക്ക് കേട്ടുകൊണ്ട് 3 ദിവസം സുന്നത്ത് നോമ്പ് നോറ്റു. ആ 3 ദിവസവും മഴ കിട്ടി. ഞാന് എന്റെ നാടായ കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് എന്റെ മോളെ അങ്ങോട്ടാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഞാൻ അവിടെ ആ വീട്ടിൽ ചെന്നപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്താദെ കിണറിലെ വെള്ളം പറ്റി, ഇപ്പൊ ടാങ്കറിൽ വെള്ളം അടിക്കുകയാണെന്ന്. ഈ സമ്മേളനം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ അയൽ വീട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ രാത്രി ഇവിടെ പെയ്ത മഴയിൽ എന്റെ കിണർ നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് കളിയാക്കാന്നാ തോന്നിയത്. ഞാൻ പറഞ്ഞു, അതിന് മാത്രമുള്ള മഴ പെയ്തോ? ഞങ്ങളുടെ അവിടേക്കൊന്നും അത്ര ശക്തിയില്ല, മഴ ഉണ്ടായിരുന്നു, പക്ഷേ കിണർ നിറയാൻ മാത്രമുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. നിങ്ങൾ മുബാലകത്തിന്റെ സീക ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കൂട്ടിയതല്ലേ വെച്ചു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദോടെ വാ, കൊണ്ടുപോയി കാണിച്ചു. കിണർ നിറഞ്ഞു നിൽക്കുകയാണ്. 1 മണിക്കൂറാണ് അവിടെ ശക്തിയായിരിക്കുന്ന മഴ പെയ്തത്. ഒരു തുള്ളി വെള്ളമില്ലാതെ വറ്റി വരണ്ട് കിണർ നിന്ന കിണർ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആലിമീങ്ങൾ ദുആ ചെയ്താൽ, പണ്ഡിതന്മാർ ദുആ ചെയ്താൽ, മുതഅല്ലിമീങ്ങൾ ആമീൻ പറഞ്ഞാൽ, വയസ്സായവർ കൈനീട്ടിയാൽ, അല്ലാഹു ഗഫൂറുർ റഹീമാണ്, അല്ലാഹു റഊഫുർ റഹീമാണ്. അല്ലാഹു ക്രൂരനല്ല, അല്ലാഹു അക്രമിയല്ല, അല്ലാഹു തമ്മാടിയല്ല, അല്ലാഹു മോശക്കാരനല്ല, അല്ലാഹു ഏറ്റവും വലിയ മാന്യനാണ്. അല്ലാഹു നമുക്ക് ഇജാബത്ത് തരൂ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഴയ്ക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. വെള്ളം വറ്റിപ്പോയാൽ വല്ലാത്ത കഥയാണ്. സുബ്ഹാനല്ലാഹ്, എത്യോപ്യയിലെ പട്ടിണി കൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മരിച്ചു വീഴുകയാണ്. എത്യോപ്യയിൽ ഇപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ആളുകള് പട്ടിണി കൊണ്ട് മരിച്ചു വീഴുകയാണ്. ആ നിലക്കുള്ള ഒരു പരീക്ഷണം നമ്മളിലേക്ക് വന്നാൽ അത് താങ്ങാനുള്ള ശക്തി നമുക്കുണ്ടോ? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون. അർഹമുർ-റഹീമായ റബ്ബ് കഠിനമായ പരീക്ഷണം നമുക്ക് നൽകാതിരിക്കട്ടെ. നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ദുശ്ചൈതികളുടെ, കിബറിന്റെ, ഹസദിന്റെ, അസൂയയുടെ, ഗീബത്തിന്റെ, നമീമത്തിന്റെ, കൊലപാതകത്തിന്റെ, വ്യഭിചാരത്തിന്റെ, കല്ലുകുടിയുടെ, പലിശ വാങ്ങലിന്റെ ദുർവ്യാപ്തിപരമായിട്ടാണ് അള്ളാഹു മഴ തടഞ്ഞു വെക്കുന്നത്. നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ബർക്കത്ത് നീങ്ങിപ്പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇപ്പൊ നമ്മൾക്ക് ബർക്കത്തുണ്ടോ? ഗൾഫ് നാട്ടിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടത്തോടെ പറഞ്ഞു വിടുകയല്ലേ. എന്റെ കൈ പിടിച്ച ചെറുപ്പക്കാരൻ ഖത്തറിൽ ജോലിക്ക് പോയതാണ്. അതേപോലെ തന്നെ അവൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. പോകുമ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഖത്തറിൽ പോകുകയാണ്. കാസർഗോഡ് ജില്ലക്കാരനാണ്. ഇപ്പോൾ വന്നപ്പോ അതിന്റെ സഹസിലെ ആളെ കാണുകയാണ്, ജോലി കിട്ടിയില്ല. മിനിഞ്ഞാന് അബൂദാബിയിൽ നിന്ന് ഷെയ്ഖ് മസ്റൂഹിയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ കമ്പനിയിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, ഒരു ഗ്രൂപ്പിലുള്ള ഞങ്ങളെ മുഴുവൻ മസ്റൂഹി പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കേട്ടുകൊണ്ടൊരു കുടുംബത്തിന്റെ നായകൻ തലകറങ്ങി വീഴുകയാണ്.
ജോലി നഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചപ്പോ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു, അവിടെയുള്ള പെട്രോളിയത്തിന്റെ ഉറവ വറ്റുന്നു, ഗൾഫ് നാടുകളിലെ ബറക്കത്ത് നീങ്ങുന്നു, നമ്മുടെ നാട്ടിലേക്ക് ക്ഷാമം വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാരണം? ഒന്ന്, നമ്മുടെ ഇടയിലുള്ള ഈ പരസ്പരമുള്ള ചളിവാരിയരിയലും ഫിത്തനയോ, ഈ അനാവശ്യമായിരിക്കുന്ന കലബല സംസാരങ്ങളോ, അനാവശ്യമായിരിക്കുന്ന ഭിന്നതകളോ ബറക്കത്ത് നീക്കിക്കളഞ്ഞടോ. എന്നാൽ ഉസ്താദേ, ഗൾഫ് രാജ്യത്തെ ക്രൂഡ് ഓയിലിന്റെ വില കുറയാനുള്ള കാരണം എന്താണ്? കാരണമുണ്ട്. യമനികളും അറബികളും തമ്മിലുള്ള ബന്ധം എത്രയാണ്? ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളുണ്ടല്ലോ, താജുൽ ഉലമയുടെ പേര് കൊടുത്ത്, സൗദത്തിന്റെ പേര് കൊടുത്ത താജുൽ ഉലമയുണ്ടല്ലോ, പാണക്കാട് PMS പൂക്കോയ തങ്ങളുണ്ടല്ലോ, കൊയിലാണ്ടിയിലെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്ക് തങ്ങളുണ്ടല്ലോ, കുംഭോലക്കും ബഹുമാനപ്പെട്ട പാപങ്കോയ തങ്ങളുടെ മുപ്പൂപ്പയുണ്ടല്ലോ. അവരൊക്കെ എവിടെ നിന്ന് വന്നവരാണ്? യമനിൽ നിന്ന് വന്നവരാ. ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു യമനിലെ ഹദറമൗത്തിൽ നിന്ന് വന്ന ആളാണ്. ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന മുഹമ്മദ് ഷരീഫുൽ മദനി ഖുത്ബുസ്സമാൻ മഹാനവർകൾ എവിടെ നിന്ന് വന്നവരാണ്? യമനി രാജ്യത്ത് നിന്ന് വന്നവരാണ്. എല്ലാ അഹ്ലു ബൈത്തിന്റെയും മൊരട് കിടക്കുന്നത് യമനിലാണ്. ആ യമനികളും സൗദികളും തമ്മിൽ തല്ലി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ മഖബറ കിടക്കുന്നത് എവിടെയാണ്? ഇറാഖിലെ ബഗ്ദാദിലാണ്. ആ ഇറാഖുകാരും അറബികളും തമ്മിൽ തർക്കത്തിലാണ്. ഇറാനുമായി തർക്കത്തിലാണ്. ലിബിയയുമായി തർക്കത്തിലാണ്. അറബികൾ പരസ്പരം തർക്കം തുടങ്ങിയപ്പോ അല്ലാഹു അവന്റെ ബറക്കത്തായ പെട്രോളിയത്തിന്റെ വലുതാക്കിക്കളഞ്ഞു. നമ്മൾ EKയുടെയും AP-യുടെയും പേരില് പരസ്പരം തല്ലിച്ചാവുന്ന അവസ്ഥ വന്നപ്പോ അതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് വീടുണ്ടാക്കിയിരുന്നു. അവിടുന്ന് കിട്ടുന്ന ബറക്കത്ത് കൊണ്ടാ നമ്മൾ കാറ് വാങ്ങിച്ചത്. അവിടുന്ന് കിട്ടുന്ന ബറക്കത്ത് കൊണ്ടാ നമ്മൾ സൗരം പണിതത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ നമ്മുടെ വീട് നന്നായത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ മകളെ കെട്ടിച്ചത്. അവിടുന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാ കാറ് വാങ്ങിച്ചത്. മറക്കണ്ട, ഗൾഫ് നാട്ടിൽ നിന്ന് കിട്ടിയ ബറക്കത്ത് കൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ പട്ടിണി മാറിയത്. പരസ്പരം മാറി നിന്നുകൊണ്ട് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു ആ ബറക്കത്തിന്റെ കടക്ക കത്തിവെച്ചിരിക്കുകയാണിപ്പോ. കൂട്ടത്തോടെ ഗൾഫ് നാട്ടിൽ നിന്ന് ആളുകളെ പിടിച്ചു പിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങള് നിർത്തുക മുസ്ലിമീങ്ങളെ. ബറക്കത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ വകയുള്ളതല്ല. സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാ കാണാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സമയത്ത് വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വീട്ടിന് മുമ്പിൽ തർക്കമാണ്. എന്ത് തർക്കമാണ്? മസ്അലയിൽ ഒരു തർക്കമാണ്. ഒരു സഹാബി പറയുന്നു, അയാൾ പറഞ്ഞല്ല ശരി, ഞാൻ പറഞ്ഞാണ് ശരി. മറ്റേ സഹാബി പറയുന്നു, ഇയാൾ പറഞ്ഞല്ല ശരി, ഞാൻ പറഞ്ഞതാണ് ശരി. അങ്ങനെ സഹാബത്ത് തമ്മിൽ തർക്കം തുടങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൂമിന്റെ ഇടയിൽ നിന്ന് ഓടി വരികയാണ്. ഈ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് ഓടി വന്ന റസൂലുള്ളാഹി തർക്കം കണ്ടപ്പോ അതാ തലയിൽ കൈവച്ച് സ്തംഭിതനായി. നബി തങ്ങൾ പറയാണ്, വല്ലാത്ത നാശം, നിങ്ങളുടെ തർക്കം കാരണം വലിയ നിഅമത്ത് നീങ്ങിപ്പോയി എന്ന് ഖാല റസൂലുള്ളാഹി. തർക്കം കാരണം വല്ലാത്തൊരു നിഅമത്ത് അല്ലാഹു തആല എടുത്തു കളഞ്ഞു. എന്താ നിഅമത്ത്? ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇപ്പൊ വഹി അറിയിപ്പിച്ചു തന്നു. ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠത എന്താ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്താൽ കിട്ടാത്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാവുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ മൊത്തം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ സാദിഖ് വെളിവാകുന്ന
അള്ളാഹുവിൻ്റെത് വരെ അന്ന് മലായികത്ത് ഭൂമിയിലുണ്ടാകും. അങ്ങനത്തെ അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു രാവ്, ഒരു ദിവസം സംഭവിക്കാനുണ്ട്. അത് ഇന്ന ദിവസത്തിലാണെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് വഹ്യ് പറഞ്ഞു കൊടുത്തു. ആ സന്തോഷം സഹിക്കവയ്യാതെ റസൂലുള്ളാഹി ഉമ്മത്തിനോട് പറയാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് സഹാബത്ത് തമ്മിൽ തർക്കം. നബി തങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു അതങ്ങ് മറപ്പിച്ചു കളഞ്ഞു. നബി തങ്ങൾ പറയാണ്, അത് ഇങ്ങനെ അവസാനം എനിക്ക് അറിയിച്ചാൽ മതിയായിരുന്നു. അത് പറയാൻ വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ തർക്കമുള്ളിടത്ത് ബർക്കത്തില്ല. അതുകൊണ്ട് തർക്കം കാരണം അത് എന്റെ മനസ്സിൽ നിന്ന് അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒരു ദിവസമാണ് ആ ദിവസം. ഒന്നിരിക്കൽ 21-ാം രാവാണ്, അല്ലെങ്കിൽ 23-ാം രാവാണ്, അല്ലെങ്കിൽ 25-ാം രാവാണ്, അല്ലെങ്കിൽ 27-ാം രാവാണ്, അല്ലെങ്കിൽ 29-ാം രാവാണ്. റമദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട ഏതോ ഒരു രാവാണ്. ഇന്നതാണെന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങളുടെ ഇടയിലുള്ള തർക്കം കാരണം അല്ലാഹു ആ റഹ്മത്തങ്ങ് ഉയർത്തിക്കളഞ്ഞു എന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മള് അനാവശ്യമായി പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞ് അനാവശ്യമായ ഗ്രൂപ്പ് കളിച്ചാൽ നമ്മുടെ ഇടയിലുള്ള മുതലിലുള്ള ബർക്കത്ത് നീങ്ങൂ, മക്കളിലുള്ള ബർക്കത്ത് നീങ്ങൂ, കച്ചവടത്തിലുള്ള ബർക്കത്ത് നീങ്ങൂ, കൃഷികളിലുള്ള ബർക്കത്ത് നീങ്ങൂ. ഇപ്പൊ കൃഷിയുണ്ടോ? വെള്ളമില്ലാതെ കൃഷികളൊക്കെ വറ്റി വരളുകയല്ലോ. പണത്തിന്റെ ലഭ്യതയില്ലാതെ കച്ചവടങ്ങളൊക്കെ തകരാറുള്ളല്ലോ. ജോലിയില്ലാതെ ഗൾഫ് നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ മടങ്ങി വരികയല്ലോ. അതുകൊണ്ട് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ കൂടുതൽ തർക്കത്തിലേക്കും തകരാറിലേക്കും അനൈക്യത്തിലേക്കും നീങ്ങാനാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണം വരൂ. അത് നല്ലവർക്കും വരും, ചീത്തവർക്കും വരും. അള്ളാഹു ഒരു അദാബ് ഇറക്കുമ്പോ അതിൽ ചിലപ്പോ നല്ലവരും പെട്ടുപോകും. അതുകൊണ്ടാണ് പണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് ആ രാജ്യത്തെ നശിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞത്, ലൂത്ത് നബിയെ നിങ്ങൾ വേഗം രാജ്യം വിട്ടോ. നൂഹ് നബിയോട് അള്ളാഹു തആല പറഞ്ഞത്, വേഗം കപ്പലിൽ കയറിക്കോ. ഒരക്രമികൾക്ക് ശിക്ഷ വരുന്ന സമയത്ത് ഒരു രാജ്യത്തെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല. അതിന്റെ ആളുകൾ അക്രമം ചെയ്തിട്ടല്ലാതെ, തെമ്മാടിത്തരം ചെയ്തിട്ടല്ലാതെ. മഴയില്ലാതെ വിഷമിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഒന്ന് നമ്മുടെ ഇടയിലുള്ള തർക്കമാണ്, നമ്മുടെ ഇടയിലുള്ള ഫിത്നയാണ്, നമ്മുടെ ഇടയിലുള്ള പരദൂഷണമാണ്. അത് നിർത്തണം പ്രിയപ്പെട്ടവര്. റഹ്മാനായ റബ്ബ് യോജിച്ചു നീങ്ങാനുള്ള പ്രവർത്തനത്തിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഐക്യം ഈ സമുദായത്തിൽ അല്ലാഹു പുകഴുമാറാവട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.